പുതിയ വഖഫ് നിയമം പാസാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും നന്ദിയും അഭിനന്ദനവും അറിയിക്കാൻ മുനമ്പം സമരസമിതി സംഘടിപ്പിക്കുന്ന നന്ദി മോദി സംഗമം ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കും. കേന്ദ്രമന്ത്രി കിരൺ റിജിജു പരിപാടിയിൽ പങ്കെടുക്കും. ജനപങ്കാളിത്തം കുറയ്ക്കാൻ തൊഴിലുറപ്പ് തുടങ്ങിയെന്ന ആരോപണവുമായി സമരസമിതി രംഗത്തെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി PS വിനയ ചേരുന്നുണ്ട്. വിനയ, എപ്പോഴാണ് കേന്ദ്രമന്ത്രി കേരളത്തിലേക്ക് എത്തുക? എങ്ങനെയാണ് വിവരങ്ങൾ? വിമാനത്താവളത്തിന് പുറത്തേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം 1 മണിയോടെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനമുണ്ട്. അതിനുശേഷം 4 മണിക്ക് അദ്ദേഹം വരാപ്പുഴ രൂപത സന്ദർശിക്കും. അതിനുശേഷം 5 മണിക്കാവും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ മുനമ്പത്തെ സമരപ്പന്തലിലേക്ക് അദ്ദേഹം എത്തുക. ഈ സമരപ്പന്തലിലെത്തി ഇവിടെ സമരം ചെയ്യുന്ന 610 കുടുംബങ്ങളുടെ അംഗങ്ങളുമായിട്ടെല്ലാം തന്നെ അദ്ദേഹം നേരിട്ട് സംസാരിക്കും. ഇവരുടെ ആശങ്കകൾ അദ്ദേഹം കേൾക്കും. ഇവർക്കുള്ള മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അറിയിക്കാമെന്നുള്ള ഒരു കാര്യം കേന്ദ്രമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. മറ്റൊന്ന്, ഈ ഒരു പുതിയ വഖഫ് നിയമം പാസാക്കിയതിന് കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിക്കും പ്രധാനമന്ത്രിക്കുമെല്ലാം തന്നെ നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സമരസമിതി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടിയിൽ ആളുകളുടെ പ്രാതിനിധ്യം കുറയ്ക്കാനായിട്ട് ഇന്ന് തന്നെ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കും എന്നുള്ള അത്തരത്തിലൊരു നീക്കം നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം സമരസമിതി ഉന്നയിക്കുന്നുണ്ട്. എനിക്കൊപ്പം ഇപ്പോൾ ഇവിടെ ഈ സമരത്തിന്റെ, അതായത് ഈ സമരത്തിന് തുടക്കമിട്ട ഈ മുനമ്പത്തെ ഈ ഭൂമിയിൽ വഖഫ് ബോർഡ് അവകാശം ഉന്നയിക്കാൻ പോകുന്നു. അത് തട്ടിയെടുക്കാനുള്ള ഒരു ശ്രമം വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ളത് ആദ്യമായി കണ്ടെത്തിയ പ്രദീപ് എന്നുള്ള ആളുണ്ട്. അദ്ദേഹം മുനമ്പത്ത് താമസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ഭൂമി ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ കുടിയൊഴുക്ക് ഭീഷണി നേരിടുന്നത്. ഈ ഒരു നീക്കം വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്ന് ആദ്യം ഉണ്ടായ കാര്യം ചൂണ്ടിക്കാട്ടിയത് താങ്കളാണ്. ഇപ്പം പുതിയ നിയമം കേന്ദ്ര സർക്കാർ പാസാക്കിയിരിക്കുന്നു. ഇന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇവിടെ എത്തുന്നു. അപ്പോൾ എന്താണ് മന്ത്രിയോട് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഒരാശങ്കകളുമില്ല. ഞങ്ങളുടെ ഈ കടപ്പുറം നിവാസികൾക്ക് 100% ഞങ്ങൾക്ക് ഈ മന്ത്രി മോദിജിയോടും കിരൺ റിജിജു മന്ത്രിയോടും വന്ന നേതാക്കന്മാരോടും നന്ദി മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആശങ്കകളെല്ലാം ഞങ്ങളുടെ നീക്കിയാണ്. ഇനി കൂടി വന്ന ഒരു 2 മാസം കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്ക് തീർന്നു കിട്ടുന്നു നല്ല ബോധ്യമുണ്ട്. എല്ലാവർക്കും നല്ല സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന 2 പാർട്ടി, കോൺഗ്രസ് LDFും ഞങ്ങളെ തഴഞ്ഞ് ഈ BJP സർക്കാർ വന്നതിൻ്റെ പേരിലാണ് ഞങ്ങൾ സത്യം പറഞ്ഞ ഇവിടെ ഇപ്പം ഈ ജീവിച്ചിരിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ ഞങ്ങളെ പണ്ടേ ഇറക്കിയിട്ടാണ് ഇവിടുന്ന്. അവരുടെ തീരുമാനം അതായിരുന്നു. 2 പാർട്ടിയും കൂടി ഉള്ള കളിയാണത്. അല്ലെങ്കിൽ അവർക്കത് തീർക്കാമായിരുന്നു. ഇവർ BJPയുടെ ഈ പാർട്ടി മോദിജിയുടെ BJP സർക്കാരാണ് ഇവിടെ ഞങ്ങളിപ്പോൾ പിടിച്ച് രക്ഷപ്പെടുത്തി നിർത്തിയേക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് 100% ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. ഈ വരാപ്പുഴ രൂപതയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിൽ ഈ സമരത്തിനെതിരെയുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടോ? ആദ്യമൊക്കെ ഞങ്ങൾക്ക് പൂർണ്ണ സപ്പോർട്ടായിരുന്നു. ഇപ്പൊ കുറച്ചിലയിലെ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മുടെ വേറെ ആരെങ്കിലുമൊക്കെ പറയും. എനിക്കതിന്റെ പൂർണ്ണ രൂപം എനിക്കറിയില്ല. എന്നാലും നേരത്തെ എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഇപ്പൊ ചില ആളുകളൊക്കെ അതിനെ ഇടംതിരിപ്പ് പറയണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ ഭൂമി പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയങ്ങളുമില്ല. അതിനുള്ള പൂർണ്ണ സഹായവും പിന്തുണയും എല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ ചില ആശങ്കകൾ ഇവർ സൂചിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അത്തരത്തിൽ യാതൊരു ആശങ്കയും ഇല്ല എന്നാണ് ഇപ്പോൾ പ്രദീപ് വ്യക്തമാക്കിയിരിക്കുന്നത്. സമരസമിതി 100% വിശ്വാസത്തിലാണ്. ഈ ഭൂമിയിൽ 100 വർഷത്തോളമായി ഇവർ പരമ്പരാഗതമായി താമസിച്ചു വരുന്ന ഇവരുടെ ഭൂമിയിലുള്ള അവരുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിച്ചു കിട്ടും. അത് അധികം വൈകാതെ 2 മാസത്തിനുള്ളിൽ തന്നെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് സമരസമിതിയുള്ളത്.